ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CNC കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ എന്നത് ശരിക്കും വളരെ കുറച്ച് പേർക്ക് മാത്രമേ പരിചയമുള്ളൂ. മാത്രമല്ല, ഇത് ഏതെല്ലാം മേഖലയിൽ ഉപയോഗിക്കുന്നുവെന്നും വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വേളകളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും കൊച്ചു കൊച്ചു വീഡിയോകളിലൂടെ കാണിച്ചു തരാം. CNC എന്നത് യഥാർത്ഥത്തിലൊരു ടെക്നോളജിയാണ്. നിരവധി ആവശ്യങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം. അതിനാൽ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ തുടർന്നു വരുന്ന നിരവധി നിർമ്മാണ വീഡിയോകളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അടുത്തത് മെക്കാട്രോണിക്സ് എന്താണെന്ന് നോക്കാം. മെക്കാട്രോണിക്സ് എന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ, നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതിനും സഹായിക്കുന്ന ഒരു ബഹുമുഖ എഞ്ചിനീയറിംഗ് മേഖലയാണ്. കൂടുതൽ ബുദ്ധിപരവും പൊരുത്തപ്പെടാവുന്നതുമായ സിസ്റ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ വിഷയങ്ങളുടെ സിനർജിറ്റിക് സംയോജനമാണിത്. ഇന്ത്യയിലും ലോകമാകെയുള്ള വ്യവസായ മേഖലകളിൽ സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി CNC യന്ത്രങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ലഭിച്ചത്. ഈ യന്ത്രങ്ങൾ പരമ്പരാഗതമായി മെക്കാനിക്കൽ യന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വഴി നിയന്ത്രിക്കപ്പെടുന്നു. അതിലൂടെ കൃത്യതയും കാര്യക്ഷമതയും വളരെ ഉയർന്നിരിക്കുന്നു. തുടർന്ന് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് വിവിധ രീതികളിൽ മനസ്സിലാക്കാം. CNC യന്ത്രങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഉത്പാദന രംഗങ്ങളിലാണ്. മെറ്റൽ, പ്ലാസ്റ്റിക്, വുഡ്, മരം തുടങ്ങിയ വിവിധ വസ്തുക്കളിൽ നിന്ന് നിർദ്ദിഷ്ട ആകൃതിയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഇവ സഹായിക്കുന്നു. ഉയർന്ന കൃത്യത ആവശ്യമായ വ്യാവസായിക മേഖലകളായ ഓട്ടോമൊബൈൽ, എയർക്രാഫ്റ്റ്, ഷിപ്പ് ബിൽഡിംഗ്, ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവയിൽ CNC യന്ത്രങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. CNC ലേത്ത് എന്ന് പറയുന്നത് പ്രധാനമായും വൃത്താകൃതിയിലുള്ള ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മില്ലിംഗ്, സ്ക്വയർ, ചതുരത്തിലുള്ള ഹോളുകളൊക്കെ എടുക്കാനും സമതലങ്ങളോ കോംപ്ലക്സ് ആകൃതികളോ ഉള്ള ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കട്ടിംഗ് മെഷീൻ, ലേസർ കട്ടിംഗ് വരുന്നുണ്ട്, വിവിധതരം കട്ടിംഗ് വരുന്നത്, പ്ലാസ്മ കട്ടിംഗ്. അപ്പോൾ മെറ്റലുകൾ കട്ട് ചെയ്യുന്നതിനും ഷേപ്പ് ചെയ്യുന്നതിനും CNC യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യത. CNC യന്ത്രങ്ങൾ വളരെ കൃത്യമായ അളവുകൾ പാലിച്ച് പ്രവർത്തിക്കുന്നു. മനുഷ്യൻ്റെ ഇടപെടൽ കുറയുന്നതിനാൽ പിശക് കുറവാണ്. അതുപോലെ ഉൽപാദന കാര്യക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതിനാൽ ഉൽപാദനം വേഗത്തിലാക്കാനും അളവ് വർദ്ധിപ്പിക്കാനും സാധിക്കും. പിന്നെ വരുന്നത് സുരക്ഷ, സേഫ്റ്റി. ഓപ്പറേറ്റർ നേരിട്ട് ഇടപെടേണ്ടതില്ലാത്തതിനാൽ അപകട സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ റിപ്പീറ്റബിലിറ്റി. ഒരേ തരം ഉൽപ്പന്നങ്ങൾ ഒരുപാട് എണ്ണം പ്രൊഡക്ഷൻ നടത്തേണ്ടി വരികയാണെങ്കിൽ അനവധി ഒരേ രീതിയിൽ അല്ലെ കൃത്യതയിൽ ഒരുപോലെ നിർമ്മിക്കാൻ വേണ്ടിയാണ് CNC പ്രധാനമായും ഉപയോഗിക്കുന്നത്. പിന്നെ പാരമ്പര്യ യന്ത്രത്തെക്കാൾ കുറഞ്ഞ തൊഴിലാളികളെ ആവശ്യമുള്ളൂ എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഒരു CNC യന്ത്രം ഒരേ സമയം പല ഭാഗങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ളതിനാൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. പാഴ്വസ്തുക്കളുടെ കുറവ് എന്ന് പറയാം. കൃത്യമായ കട്ടിങ്ങും നിർമ്മാണവുമാണ് നടക്കുന്നത്. അതിനാൽ ഉപയോഗിക്കാവുന്ന വസ്തുക്കളുടെ പരമാവധി ഉപയോഗം സാധ്യമാണ്. നമുക്ക് വേസ്റ്റേജ് ഒരുപാട് കുറയ്ക്കാമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ CNC യന്ത്രങ്ങൾ ഉൽപ്പാദന രംഗത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന കൃത്യത, കുറവായ മനുഷ്യശ്രമം, കുറഞ്ഞ പിഴവുകൾ തുടങ്ങിയ ഗുണങ്ങൾ ഇവയെ അനുഗ്രഹിച്ചതാണ്. ഭാവിയിൽ കൂടുതൽ വ്യവസായങ്ങൾ ഈ സാങ്കേതികവിദ്യ സ്വീകരിച്ചേക്കും. കേരളത്തിലെയും ഇന്ത്യയിലെയും വ്യാവസായിക വളർച്ചയ്ക്ക് CNC യന്ത്രങ്ങളുടെ സംഭാവന വിലയേറിയതായിരിക്കും. വ്യവസായ രംഗത്ത് നേതൃത്വം സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് CNC യന്ത്രങ്ങളിലേക്കുള്ള നിക്ഷേപം ഒരു മികച്ച തീരുമാനമാകാനാണ് സാധ്യത. മൊബൈൽ ഫോണിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി നിർമ്മിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് CNC മെഷീൻ ഉപയോഗിച്ച്. അതുപോലെ വെർട്ടിക്കലായി ഒരു പ്രതിമ എങ്ങനെ കൊത്തിയെടുക്കാമെന്നുള്ള CNC 3D സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു CNC മെഷീൻ ഉപയോഗിച്ചുള്ള പ്രതിമ നിർമ്മാണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റ് CNC മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച് അതിൻ്റെ പെയിൻറ്റിങ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ നിരവധി മേഖലകളിൽ ഈ CNC മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നാണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചത്. ബെൻഡിങ്, പെയിൻറ്റിങ് എല്ലാ ഫുൾ വർക്കും CNC മെഷീനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പെയിൻറ്റിങ്ങിലേക്ക് പോകുന്നു. ഓട്ടോമാറ്റിക് കൺവെയറിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ക്യാബിനറ്റുകൾ. ലേസർ ഉപയോഗിച്ച് ഒരു പൈപ്പ് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്താൽ ഇതുപോലെ കട്ട് ചെയ്ത് പുറത്തു വരാൻ ലേസർ ടൈപ്പ് CNC മെഷീൻ. അതുപോലെ ഹൊറിസോണലായി പ്രതിമ, ഒരു ബുദ്ധൻ്റെ പ്രതിമ ഹൊറിസോണലായി കൊത്തിയെടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, തടി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ഡ്രിൽ ബിറ്റ് മാത്രം വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ആ നിയന്ത്രണം മുഴുവൻ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. LED ബൾബുകളിലും മറ്റുപയോഗിക്കുന്ന LEDയുടെ നിർമ്മാണ പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും CNC മെഷീനുകളാണ് ചെയ്യുന്നത്. കൂടാതെ 3D പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടോയ് പ്രിന്റ് ചെയ്തെടുക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. തുടർന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതും ജോലി സാധ്യതയുള്ളതുമായ മറ്റു വീഡിയോകളുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.